അതിരാവിലെയും സായാഹ്നങ്ങളിലുമെല്ലാം ഈ പന്ത് ഇങ്ങനെ തട്ടുന്നത് മലപ്പുറത്തുകാരുടെ ഒരു ദിനചര്യയാണ്. മലപ്പുറത്തിന് എന്നും മുഹബത്താണ് ഈ കാൽപന്തിനോട്. ഇതാ പൊന്നാനിയിലുണ്ട് കാൽപന്തുകാരുടെ ഒരു പറുദീസ. ഏകദേശം ഇപ്പോൾ ഒരു വർഷം ഞങ്ങളിവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഗ്രൗണ്ടൊന്ന് എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്നത്. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഫ്രണ്ട്സുകൾ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഭയങ്കര വൈറലായാലും മറ്റേ എല്ലാ സ്ഥലത്തു നിന്നും കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുമെന്നൊക്കെ പുറത്തുനിന്ന് ഒരുവിധം ആൾക്കാർ. ഏകദേശം പൊന്നാനി മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഫുട്ബോളിനെ പ്രണയിക്കുന്ന എല്ലാ കുട്ടികളും ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചെറുത് മുതൽ വലിയ ആൾക്കാർ വരെ നമ്മൾ കൂടെ കളിക്കാൻ ഇവിടെ പോകും. പലരും പറയണെങ്കിൽ ഭ്രാന്താണ് വെള്ളത്തിൻ്റെ അടി കളിക്കാൻ, ചളി കളിക്കാനൊക്കെ ഭ്രാന്താണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മലപ്പുറംകാർക്ക് എല്ലാവർക്കും ഒരു ഭ്രാന്താണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി പണിയും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കളിക്കും. ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ ഈ പാലത്തുമ്പോൾ നിന്നിങ്ങാട്ട് കളി കണ്ടുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർക്ക് വൈകുന്നേരം ടൈമിൽ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പ്രത്യേക ദിവസങ്ങളിൽ പലതരം വൈബും കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുമ്പോൾ പ്രത്യേകമായിട്ടൊരു വൈബാണ്. കുറേ ആൾക്കാർക്ക് പിന്നെ ഇറങ്ങാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. തീരെ ഇവിടുന്ന് ഇങ്ങനെ അവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഒരുവിധം ആൾക്കാർക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഈ ഗ്രൗണ്ട് കാണാനും സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് പുറത്തുനിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരും. എന്തൊരു വിഷമം കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ വന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു മൈൻഡിൽ ഉണ്ടാവില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ചിന്ത വരുന്നത് 4 മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ പോയി കളിക്കുക എന്നുള്ളൊരു ചിന്ത. ചില ടൈമിൽ ബെസ്റ്റ് കാര്യങ്ങൾ കിട്ടാതെ നമ്മൾ മനസ്സിൽ ടെൻഷനായിരിക്കും. അവിടെ ടീം ഇട്ടോ കളി തുടങ്ങിയോ എന്താണെന്നുള്ളൊരു ഇതായിരിക്കും. കാരണം സ്കൂളിനെക്കാട്ടും ടെൻഷൻ കിട്ടും നമുക്ക് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില ടൈമിൽ കളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല, കാരണം ആൾ കൂടും. ചില ടൈമിൽ രാത്രിയാണ് ഗ്രൗണ്ട് ഇങ്ങനെ കിട്ടില്ല. ചില ടൈമിൽ നല്ല വെള്ളമായിരിക്കും, ഇങ്ങോട്ട് പോലും ഇറങ്ങാൻ വരെ പറ്റില്ല. മനസ്സിലായി? പിന്നെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെയായാലും വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സിലും അതുവരെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാരെ കുളത്തിൽ പോയിട്ടാവും നമ്മൾ ഡ്രസ്സ് കൊണ്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാർ വരെ ചോദിക്കും, അല്ല നിങ്ങളവിടെ ചളി കോരാൻ വേണ്ടി പോവാം, ഗ്രൗണ്ടിലേക്ക് കളിക്കാനെന്ന് പറഞ്ഞിട്ട് പോയിട്ട്. അങ്ങനെ ഒരു എന്തായാലും നല്ലൊരു സന്തോഷമുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക്. ചില സമയങ്ങളിൽ ഗ്രൗണ്ടിനെ വരെ നമുക്ക് മനസ്സിലാവില്ല, കാരണം വെള്ളം കൂടുതലായത് കാരണം ഗ്രൗണ്ട് ഏതാണ് നമ്മളെ സ്ഥലം ഏതാണെന്ന് പോലും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ കർമ്മയിൽ പാലത്തുള്ള ഞങ്ങളെല്ലാവരും ഇരിക്കല്. രാത്രി സമയങ്ങളിൽ ഏത് നേരം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ പോണത് 12 മണി, ഏകദേശം 10 മണിക്കെല്ലാം ആവും. ആ സമയത്താണ് ഞങ്ങൾ ഗ്രൗണ്ട് ഏകദേശം ഈ പോസ്റ്റ് നിങ്ങൾക്ക് കണ്ടാലറിയാം, ആ പോസ്റ്റ് പകുതി വരെ കാപ്പി കളറായിട്ടാണ്. അത് വെള്ളം നിന്നിട്ട് അതിൻ്റെ പൂപ്പിൽ കെട്ടി നിൽക്കുന്ന സംഭവമാണത്. അതിപ്പോൾ ഏകദേശം നമ്മൾ വെള്ളാറ്റം കുറഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പോസ്റ്റ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് ആർക്കായാലും മനസ്സിലായി. ചിലർ പുറത്തുനിന്ന് കാണുമ്പോൾ രാത്രി സമയങ്ങളിൽ കാണുമ്പോൾ അവിടെ എന്താ സാധനം എന്ന് ചോദിക്കും. ഫോണിലൂടെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെല്ലാവരും ഗ്രൗണ്ടിൽ വരാം. ഇവിടെ അങ്ങനെ പല സ്ഥലം മറ്റേ ജാതി അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആര് വരണേ അവർക്കൊക്കെ കളിക്കാൻ ഇറങ്ങാം, പന്ത് തട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇങ്ങനെ ഒരു കളിക്കാനുള്ള ദിവസം ഡെയിലി കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കാം. അതേമാതിരി തന്നെ പന്ത് തട്ടി നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുളും വരെയും പന്ത് തട്ടാൻ തോന്നും. ലോകമാകെ പൊന്നാനിയുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞു. അപ്പോൾ പന്ത് ഇങ്ങനെ നിർത്താതെ ഉരുണ്ടുകൊണ്ടേ ഇരിക്കട്ടെ.
ക്യാമറാമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്.